ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 12 ഓഫ് അവർ മാജിക്കൽ പ്രാക്ടീസ്. അപ്പോൾ ഇത്രയും നാളത്തെ പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. ഇന്നത്തെ ദിവസത്തെ മാജിക്കൽ പീപ്പിൾ ഹു മെയ്ഡ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡേ 10 നമ്മൾ ജനറലി നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ മാജിക് ഡസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ലൈക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന പത്രക്കാരന് അങ്ങനെ. അപ്പോൾ ഇന്ന് മാജിക്കൽ പീപ്പിൾ ഹു മെയ്ഡ് റിയലി എ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഭയങ്കര ലോ ഫേസ് ഓഫ് ലൈഫിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു സൊല്യൂഷൻ തന്നവർ. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ ചുറ്റും അല്ലേ. അതാര് വേണമെങ്കിലും ആവാം. നിങ്ങളുടെ മാതാപിതാക്കളാവാം, സഹോദരങ്ങളാവാം, വേറെ റിലേറ്റീവ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അപ്പോൾ അവരെ നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കേണ്ട ദിവസമാണ്. സോ എവ്രി വൺ ഓഫ് us has received help, support or guidance from other people at particular times in our life when we needed it most. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ, രക്ഷപ്പെടുത്തിയെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ റെഫറൻസ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ നിങ്ങൾ ചിലപ്പോൾ വല്ല കല്യാണത്തിനോ നിങ്ങളുടെ വല്ല പാർട്ടിക്കോ പോയ സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ത്രൂ ആയിരിക്കും കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഹെൽത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ആരെങ്കിലും ക്ലോസ് ആയിട്ട് ഒരാൾ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ എപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫേസിൽ, നെഗറ്റിവിറ്റിയിലോട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്ത് വരാൻ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളിന്ന് ആലോചിക്കുക. എനിക്ക് മേ ബി ഒരു നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലിരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് ഭയങ്കര ടഫായിരുന്നു, നിങ്ങളുടെ ട്യൂഷൻ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തു അത് പഠിപ്പിക്കാൻ, ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി എടുക്കാൻ. അത് കാരണം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ഇന്ന് അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന് തന്നവർ എല്ലാവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ ഓഫ്കോഴ്സ് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മെൻറ്റേഴ്സ്, ക്ലോസ് ആയിട്ടുള്ള 1-2 ഫ്രണ്ട്സ്, അവരൊക്കെ എനിക്ക് ഭയങ്കര ബൂസ്റ്റും എൻകറേജും. ആദ്യം വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഭയങ്കര ഹെസിറ്റേഷനും അല്ല, ഇടുന്നിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് പ്രചോദനം തന്നവർ. അപ്പോൾ അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമാണ്, ഒരു വെളിച്ചമാണ്. നമ്മൾ പറയില്ലേ ചിലർ ദൈവം ആണ് എൻ്റെ ജീവിതത്തിൽ ഇവരെയൊക്കെ എത്തിച്ചത്. അപ്പോൾ അവരിൽ ത്രൂ ആണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ടച്ച്, ആ ബ്ലെസ്സിങ് അറിയാം അല്ലേ, നമ്മുടെ സഹോദരങ്ങൾ. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലും കുറേ പേരുണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തവർ. അപ്പോൾ ആൻഡ് ദെൻ ലൈഫ് ഗോസ് ഓൺ ആൻഡ് വെയിറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇവരെ ഓർത്തെടുക്കണമെന്നില്ല. അത്രമാത്രം ആത്മാർത്ഥതയും ഗ്രാറ്റിറ്റ്യൂഡോടും ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി ഡെയിലി പ്രയറിലും അവരെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകും, കുറേ കാലം മുമ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. ആസ് ലൈഫ് ഗോസ് ഓൺ പിന്നെ നമ്മൾ നമ്മുടെ ജീവിത കാര്യങ്ങളിൽ ബിസിയായി, നമ്മുടെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അത് മറന്നുപോയി. അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി വെക്കേണ്ട ഒരു ദിവസമാണ്. അവരെല്ലാവരും ഓർത്ത് അവർക്ക് നന്ദി പറയുക, ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുക. So sometimes you don't even realize the impact of a person had until well into the future when you look back on your life and realize that a particular person was pivotal in magically changing the direction of your life for the better. അപ്പോൾ ആ ഒരു ഡിസിഷൻ, ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ലേറ്റർ ഓൺ പലവരുടെയും ഒരു കരിയർ ഗൈഡൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ കരിയറും നല്ല സംതൃപ്തിയുള്ള ഒരു ജോലിയും നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റിവിടുകയാണ് അല്ലേ. നല്ലൊരു ജോലി, നല്ല കൂട്ടുകാർ, നല്ല കലീഗ്സ്, നല്ല കമ്പനി വർക്ക് ചെയ്യാൻ, അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ അത് കാരണം ആ സമയത്ത് നിങ്ങൾക്കത് ചിലപ്പോൾ റിയലൈസ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് നിങ്ങളുടെ ജീവിതം ഭയങ്കര പ്രോഗ്രസ് ചെയ്യുന്നു, പോസിറ്റിവിറ്റിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവരെയും കൂടെ ഓർത്തെടുത്ത്
അവർക്ക് വേണ്ടി നല്ല ബ്ലെസ്സിങ്സ് നേരുക, നല്ല വിഷസ് നേരുക, അതുപോലെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുക. ഓക്കെ, നിങ്ങളുടെ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ്, മുത്തശ്ശിയോ മുത്തശ്ശനോ ഉണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പോൾ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ എല്ലാം നീറ്റായി വെക്കണം, ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം. ഓക്കെ, അത് കുഞ്ഞുനാളിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞു. ഇനി കുറേ കഥകളൊക്കെ കേട്ടവർ ചിലപ്പോൾ അവർ ഭയങ്കര നല്ല കോൺവെർസേഷനിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അവർക്ക് നന്നായി വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഹെറിഡിറ്ററിയിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ക്വാളിറ്റീസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻബിൽട്ടാണ്. ഓക്കെ, ജന്മനാലെ കിട്ടിയ നല്ല ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് എന്താ കാരണം? മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും നമ്മുടെ ആൻസിസ്ട്രിയിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനും കൂടെ നമ്മൾ ആലോചിച്ച് നന്ദി പറയുക. ചില ക്യാരക്ടറിസ്റ്റിക്, അവൾ നല്ല സ്മാർട്ടാണ്, അവളുടെ മുത്തശ്ശിയെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവളുടെ ചെറിയമ്മയുടെ അതേ സ്വഭാവമാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര ചുറുചുറുപ്പോടെ ചൂടിയോടെ ചെയ്യും. അല്ലെങ്കിൽ അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സെയിം അവളുടെ മുത്തശ്ശി ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലായിടത്തും നല്ല രീതിയിൽ സംസാരിച്ച് നല്ല സൗഹൃദമൊക്കെ ഉണ്ടാക്കി, നല്ല ഫ്രണ്ട്ലി, നല്ല ഹോസ്പിറ്റബിളാണ്, ഹെൽപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാളിറ്റീസ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരുടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ചിലപ്പോൾ ഒരു മിക്സ്ചർ ആയിരിക്കാം, ഇന്നത് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 1-2 ക്വാളിറ്റീസ് നമുക്ക് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസസ്ട്രൽ ആരുടെ നിന്നാണോ അത് കിട്ടിയിരിക്കുന്നത് അവർക്ക് നന്ദി പറയുക. അപ്പോൾ ഓഥർ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓഥറിൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ബുക്ക് ലവറായിരുന്നു, നല്ലോണം വായിക്കുമായിരുന്നു, കുറേ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. അങ്ങനെയാണ് ഓഥറിന് ബുക്സിനോടുള്ള സ്നേഹം തുടങ്ങിയത്. അതാണല്ലോ ഇപ്പം നമുക്കൊക്കെ വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താങ്ക്സ് ടു റോണ്ട ബയർ ആൻഡ് റോണ്ട ബയറിൻ്റെ മുത്തശ്ശിയോടും കൂടെ നമ്മൾ നന്ദി പറയണം. കാരണം അത് കാരണമാണ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതി ഇത്രയും വേൾഡിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനുള്ള ആ ഒരു സീഡ്, ആ ഒരു വിത്ത്, ബുക്ക് ലവിങ്ങിനെ കുറിച്ചുള്ള വിത്ത് ആരായിട്ട് കൊടുത്തത്? റോണ്ട ബയറിൻ്റെ മുത്തശ്ശി. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് ഓഥറിന് കുക്കിംഗ്. ഓക്കെ, നന്നായിട്ട് പാചകം ചെയ്യാൻ ഇഷ്ടമാണ്, അതും മുത്തശ്ശിയിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചെടുക്കുക നിങ്ങളുടെ ഓരോ സ്കിൽസ് നിങ്ങൾക്ക് എവിടെ നിന്ന്. ചിലത് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്തതായിരിക്കാം അല്ലേ? മേ ബി ഫ്രണ്ട് സർക്കിൾ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രചോദനം തന്നു ബുക്സ് വായിക്കാൻ. അപ്പോൾ അതൊക്കെ ആലോചിച്ചെടുത്ത് അവർക്ക് നന്ദി പറയുക. കാരണം അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് അല്ലേ, ആ ക്വാളിറ്റി. അപ്പോൾ ടുഡേ യു ആർ ഗോയിങ് ടു തിങ്ക് അബൌട്ട് മാജിക്കൽ പീപ്പിൾ ഹു ഹാവ് ഇമ്പാക്റ്റഡ് യുവർ ലൈഫ്. ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ് അലോൺ സം ടൈം ഡ്യൂറിങ് ദ ഡേ ടു ഡേ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യാനാണ്. നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടോ ടി വി നോക്കിക്കൊണ്ടോ ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല അത് ചെയ്യേണ്ടത്. ക്വയറ്റായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുക. തിങ്ക് അബൌട്ട് 3 എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. 3 ഭയങ്കരമായിട്ട് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്ത വ്യക്തികളെക്കുറിച്ച് ആലോചിക്കുക. ഹു മെയ്ഡ് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. Once you have your 3 people, work with one person at a time. Talk out loud to each person as though they were present, telling him or her the reasons why you're grateful to them, how they affected the course of your life. അപ്പോൾ അവരെ ആലോചിച്ചെടുത്ത് നിങ്ങളുടെ കൂടെ അവരിയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് താങ്ക് യു പറയുക? അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിക്കെ പറയാം. അതിന് കുറച്ചും കൂടെ ഇമ്പാക്റ്റാണ്. ഓക്കെ, അവർ ചെയ്തു തന്നിരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും. ഓക്കെ, നിങ്ങളുടെ അന്ന് എനിക്ക് ആ പ്രചോദനം തന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. അന്ന് നിങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ വല്ലതും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിൽ എനിക്ക് ഇത്രയും സമാധാനം സന്തോഷം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നല്ല കോൺവെർസേഷൻ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ജോലി കാരണം നിങ്ങൾക്ക് ഉണ്ടായ ഗുണങ്ങൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുക. അങ്ങനെ 3 പേരെത്തും. ഓക്കെ, അത് വേറെ വേറെ ഒരാൾക്ക് രാവിലെ ഒരാൾക്ക് ഉച്ചയ്ക്ക് അങ്ങനെയല്ല, ടൈം എടുത്ത്, അതായത് ഒരു 15-20 മിനിറ്റ്സ് എടുത്ത് ഒരുമിച്ച് നിങ്ങൾ താങ്ക് ചെയ്യണം. ഒരാൾ കഴിഞ്ഞാൽ ഒരാൾ, അങ്ങനെ ഒരു രീതിയിൽ. എന്നാലേ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഡീപ്പ് നന്ദിയുടെ മോഡിലേക്ക് വരുള്ളൂ. ഓക്കെ, കാരണം ഗ്രാറ്റിറ്റ്യൂഡ് കാരണം നമ്മുടെ ബ്രെയിൻ തന്നെ
കുറേ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെയാണ് മിറാക്കുലസ്ലി കുറേ പേരൊക്കെ അസുഖങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം അവർ വേറെ എല്ലാ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, വേറെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിൽ ചില പ്രത്യേകം കെമിക്കൽസും നെർവ്സും ഫോം ചെയ്ത് അവർക്ക് പുതിയ ഒരു നെർവസ് പാത്ത് ക്രിയേറ്റ് ചെയ്ത് ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ബോഡി തനിയെ ഹീലാവാൻ തുടങ്ങും. ഓക്കെ, ഓഫ് കോഴ്സ് മെഡിസിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ കുറച്ചും കൂടെ ശക്തമാക്കുന്ന, ഹീലിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കുന്ന ഒരു മാജിക്കൽ സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ആ 15-20 മിനിറ്റ്സ് നമ്മുടെ ഉള്ളിലോട്ട് എല്ലായിടത്തും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുറേ ചേഞ്ചസ് വരും. നമ്മൾ ഭയങ്കരമായ ഒരു സന്തോഷത്തിൻ്റെ മോഡിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വലിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളൊരു ലെറ്റർ പോലെ എഴുതുക. ആ 3 ആൾക്കാർക്ക് എടുത്തിട്ട് നിങ്ങൾ ഓക്കെ താങ്ക് യു. മേ ബി ചിലവർക്ക് ലെറ്റർ റൈറ്റിങ്ങിലായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുക. ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഒന്നില്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിങ്ങിലും കൂടെ നിങ്ങളുടെ നന്ദി അവിടെ പ്രകടിപ്പിച്ചേ പറ്റൂ. ഓക്കെ, നേരിട്ട് പോയി സംസാരിക്കണം ഞാൻ പറയുന്നില്ല, നേരിട്ട് പോയി പറയാം, യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മൂഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സേ ദ റീസൺസ് വൈ യു ഗ്രേറ്റ്ഫുൾ. വെറുതെ താങ്ക് യു പറയുകയല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി പറയുന്നത്, അതിൻ്റെ റീസൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസൺ എഴുതണം. എങ്കിൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു വിശ്വാസം വരുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര സർഫസ് ലെവലിലാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി മെക്കാനിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല, നമ്മുടെ ഹൃദയത്തോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണത്. അത്രയും പവർഫുള്ളാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമ്മുടെ റിസൾട്ട്സ് ഫാസ്റ്റർ ആവും. ഓക്കെ, അപ്പം നമുക്ക് പ്രപഞ്ചം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരുക്കി തരും വേർ വി ഹാവ് മോർ സിറ്റുവേഷൻസ് ടു താങ്ക് പീപ്പിൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറേയും കൂടെ മാജിക്കൽ പീപ്പിൾ കടന്നു വന്നുകൊണ്ടിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരായിട്ട്. നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടും കൂടി ഉണ്ടാവില്ല, അവിടെ നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ വരും. അപ്പോൾ ഇതൊരു സെൽഫിഷ് ആക്ടിവിറ്റി പോലെ അത് കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു ദിവസമാണ് നിങ്ങൾ മാജിക്കലി എല്ലാവരെയും താങ്ക് ചെയ്യേണ്ട ദിവസം. ഓക്കെ, സോ വെൻ യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് പ്രാക്ടീസ് യു വിൽ ഫീൽ എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ വേ ദാറ്റ് യു ഫീൽ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സംതൃപ്തി ആയിരിക്കും അല്ലേ. അപ്പോൾ the evidence of gratitude's power working is always that first and foremost it makes you happy. നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സെക്കൻഡറി എവിഡൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്സ് പവർ ഇസ് ദാറ്റ് യു അട്രാക്ട് വണ്ടർഫുൾ തിങ്സ്. അതാണ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആ സന്തോഷം അനുഭവപ്പെടും, സമാധാനം അനുഭവപ്പെടും. പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ മാജിക്കൽ കാര്യങ്ങൾ, നമ്മൾ ആലോചിക്കാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ കുറേ സംഭവങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എന്തായാലും ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും അപ്പം നമ്മുടെ കുടുംബത്തിൽ എല്ലായിടത്തും പറയണം ആദ്യം തന്നെ താങ്ക് യു തൊട്ടിട്ട് തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ജീവിതം നമുക്ക് സമാധാനവും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. നിങ്ങളെല്ലാവരും ഒരു 2 അല്ലെങ്കിൽ 5 മിനിറ്റ്സ് താങ്ക് യു പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയും. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ അവിടെയും ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അസംബ്ലി പ്രെയറിലൊക്കെ താങ്ക് യു ഉണ്ടാവും. അതല്ലാതെ ക്ലാസ് ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ്സ് എല്ലാവരും ബുക്ക് എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, 10 ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. അതൊരു കമ്പൈൻഡ് ആക്ടിവിറ്റി ആയാൽ എന്ത് മനോഹരമായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കും. പിന്നെ ആ ദിവസം തന്നെ ആ കുട്ടി ഇത്തിരി ശാന്തമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനും ഉള്ള ടെൻഡൻസി കുറയും. ഓക്കെ, കാരണം അവർ ഓൾറെഡി ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞു ആ ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചുറ്റും കാണുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാൻ തുടങ്ങി. അത് കുഞ്ഞുനാളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊരു സമാധാനപരമായ ലോകമായിരിക്കും നമ്മൾ സൃഷ്ടിക്കുക അല്ലേ. ഇനി ഓഫീസിൽ എടുക്കുക. ഇപ്പോൾ ഓഫീസിലത്തെ ഒരു മാനേജർ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ 5 മിനിറ്റ് എല്ലാവരും കൂടെ വന്നിരുന്ന് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലീഗ്സിന് താങ്ക് യു പറയുക. അപ്പോൾ ഇത്ര ഒരു പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആവും ആ കമ്പനിയിൽ അല്ലേ, ഒന്ന് ആലോചിക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്
മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ചുറ്റും പോസിറ്റിവിറ്റി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, ഞാനിങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വയ്ക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇന്ന് ഞാൻ 10 സാധനങ്ങൾ എഴുതിയോ, ഞാൻ വെള്ളം കുടിക്കുമ്പോൾ സമാധാനമായിട്ട് വെള്ളം കുടിച്ചു, താങ്ക് യു പറഞ്ഞുകൊണ്ട് വെള്ളം കുടിച്ചു. രാവിലെ എണീറ്റത് മാജിക്കൽ മോർണിംഗോടെയാണോ എണീറ്റത്, സൂര്യപ്രകാശം സൂര്യനെ നന്ദി പറഞ്ഞു, ഭൂമിയോട് നന്ദി പറഞ്ഞു, നമ്മൾ എടുക്കുന്ന ഓരോ പച്ചക്കറികളും ഓരോ ഭക്ഷണ സാധനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ ഭയങ്കര സമാധാനവും സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാവുന്ന രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യാം ആൻഡ് എക്സ്പീരിയൻസ് ദ മാജിക്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. ഒന്നില്ലെങ്കിൽ ലെറ്റർ എഴുതുക, ആ 3 എക്സ്ട്രാordinary പീപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ് അതും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഫീലിങ്ങോടെ നിങ്ങളത് ചെയ്യുക. ഓക്കെ, മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഇത്. ഞാൻ പറഞ്ഞു, ഇത് വെറുതെ ഒരു ക്ലാസ് കേട്ടിട്ട് പോകേണ്ടതല്ല, ഇത് ഡൂയിങ് ക്ലാസ്. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതിയില്ലെങ്കിലും ഇത് കേട്ട് നിങ്ങൾ ആ ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡേ 13 നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഡേ 12 എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വിഷിംഗ് യു ഓൾ എ മാജിക്കൽ മോർണിംഗ്, എ സക്സസ്ഫുൾ ഡേ. താങ്ക് യു.